ഹായ് ഓൾ ഡാലി കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നതാണ് നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു ക്രഷ്ഡ് ഫീൽ വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. അതേസമയം ഒട്ടും ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നതോ അങ്ങനെയൊന്നും അല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇതിനകത്ത് ഇതുപോലെ ആ ഒരു ബേസ് ആയിട്ടുള്ള ആ ഒരു കളർ ഷെയ്ഡിനേക്കാളും ഒന്നുകൂടെ ലൈറ്റർ ഷെയ്ഡിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ മുഴുവനും വരുന്നുണ്ട്. ദാമനേരിയിലാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഹെവി വർക്ക് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഹെവി ആയിട്ടുള്ള നല്ല ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലെല്ലാം സ്വീക്വൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. എങ്ങനെയാണ് വരുന്നത്, ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. 47-48 നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് ടോപ്പിന്. ഷോൾ വരുന്നതും ആ ടോപ്പിൽ വരുന്ന ആ സെയിം വർക്ക് തന്നെയാണ് ഷോളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. വൺ സൈഡ് ഒക്കെ ആയിട്ട് പാർട്ടി വെയർ ഒക്കെ നമുക്ക് ഉപയോഗിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ബോഡിയിലേക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷോൾ വരുന്നത്. ടോപ്പിന്റെ ആ ഒരു സെയിം മെറ്റീരിയലിലേക്ക് തന്നെയാണ് ഷോളും വന്നിരിക്കുന്നത്. 2.3 ആണ് ഷോളിന് ലെങ്ത് വരുന്നത്. ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ആ ഒരു സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ മെറ്റീരിയൽ, ഹെവി സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ടോപ്പും ലൈനിങ്ങും ബോട്ടവും അവൈലബിൾ ആണ്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1280 ആണ്. നമുക്ക് ഇതിന്റെ ഷെയ്ഡുകൾ കാണാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡിൽ, തെളിഞ്ഞ ഷെയ്ഡിലേക്കാണ് ആ ഒരു ഫ്ലവറിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ദാമൻ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് നല്ല വീതിയുള്ള ഒരു ബോർഡറിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കണേ. ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. ഷോള് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും. നല്ല രസമായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. പ്രൈസ് സെയിം തന്നെയാണ്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു കോറൽ ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. അത്ര കോമൺ അല്ലാത്ത നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഞാൻ താഴത്തെ ഭാഗം മേലേക്ക് വെച്ചേക്കുന്നത് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മേലേക്ക് പിടിച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ആ എംബ്രോയിഡറി വർക്കും അതിനുള്ളിൽ തന്നെ ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ഫ്രണ്ട് പോർഷനിൽ മാത്രം ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഷോൾ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡറാണ് വരുന്നത്. നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ആ ഒരു താഴത്തെ ദാമനയിലെ ബോർഡറാണ് ഇത് വരുന്നത്. സെയിം ആയിട്ട് സ്കാറ്റഡ് ആയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഷോൾ വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബോർഡറോട് കൂടിയിട്ട് ഷോൾ വരുന്നു. നല്ല ലെങ്ത് ആണ് കേട്ടോ ഷോളിനൊക്കെ. അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഫ്ലോർ ലെങ്തിലാണ് വരുന്നത്. അത്രയും ലെങ്ത് ഉണ്ട് ഷോളിന്. എങ്ങനെയാണ് വരുന്നത്, നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ പേസ്റ്റൽ ചാർട്ട്, ലൈറ്റ് ചാർട്ടാണ് കേട്ടോ. നല്ല ലൈറ്റ് ഷെയ്ഡുകളാണ് ഇനി വരുന്നത്. ഫസ്റ്റ് കാണുന്നത് നല്ലൊരു പീച്ച് കളർ, ലൈറ്റ് പീച്ച് കളറിലേക്ക് വരുന്നു. അതിന്റെ ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് കളറിലാണ് കേട്ടോ. ഇത് താഴേക്ക് വരുന്ന ഭാഗം തന്നെയാണ്. അത് മേലേക്ക് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് പിടിച്ചതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന വർക്ക് വൈറ്റ് കളർ ത്രെഡിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വീക്വൻസും ആഡ് ചെയ്തിട്ടുണ്ട്. സ്വീക്വൻസ് ആഡ് ചെയ്തേക്കുന്നത് ഒരു സിൽവർ ഷെയ്ഡിലേക്കാണ് സ്വീക്വൻസ് ആഡ് ചെയ്തേക്കുന്നത്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എല്ലാവർക്കും ഒക്കെ മാറ്റാവുന്ന ഷെയ്ഡുകളും കൂടിയാണ് വരുന്നത്. ഇതിനകത്തും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ്. മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു അല്പം ഒരു നമുക്ക് ഷിമ്മറിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ് വരുന്നത്. അവിടെ നല്ല രസമാണ്. ആ ഒരു ഗ്ലേസിംഗ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ടുള്ള വൺ സൈഡ് ബോർഡർ ഹെവി ആയിട്ട് തന്നെ വരുന്നു. വിത്ത് സ്കാലപ്പോട് കൂടിയിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ കുഞ്ഞു 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 ഫ്ലവേഴ്സ് ആ ഒരു വൈറ്റ് കളറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും സ്കാലപ്ഡ് ആണ് കേട്ടോ. വൈറ്റ് കളറിലാണ് സ്കാലപ്പും ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. പ്രൈസ് ഇതിന്റെ സെയിം തന്നെയാണ്. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡാണ്. അതിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഒരു സെയിം പാറ്റേൺ തന്നെ വരുന്നു. വൈറ്റ് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് സ്വീക്വൻസ് ആഡ് ചെയ്യുന്ന ഒരു സിൽവർ ഷെയ്ഡിലേക്കാണ്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ഈ ഒരു
ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഇതുപോലെ ഷോള് വരുന്നതും ഇങ്ങനെ നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സെയിം പ്രൈസ് തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. സെയിം ആണ്, എല്ലാം കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് ഷോള് വരുന്നത്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് നല്ലൊരു ബോർഡർ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിന്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു വർക്കുകൾ വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ ഷോള് വരുന്നത് ഇങ്ങനെ. വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ട് ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും സ്വീക്കൻസിന്റെ വർക്കും വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കളറും എല്ലാത്തിൻ്റെയും കളർ ഷെയ്ഡ് നല്ല റെയർ ഷെയ്ഡുകളും എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളുമാണ് വരുന്നത്. പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ പറ്റുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.